DMSൽ ഇഷ്യൂ ചെയ്യാത്ത ലൈവ് ആയിട്ടുള്ളതും ഫ്രീസ്ഡ് ആയിട്ടുള്ളതുമായ മെഡിസിൻസാണ് ഇതുവഴി നമ്മൾ തിരിച്ചു കൊടുക്കുക. അതിനായി റിപ്പോർട്ട്സിൽ സ്റ്റോക്ക് ലെഡ്ജർ പരിശോധിച്ച് ഇൻവോയ്സ് നമ്പരും തീയതിയും ഉറപ്പുവരുത്തുക. അതിനുശേഷം ഫിനാൻഷ്യൽ ഇയർ നോക്കി വെയർഹൗസ് റെസിപ്റ്റ്സ് ആൻഡ് റിട്ടേണിൽ ക്ലിക്ക് ചെയ്യുക. KMCൽ നിന്ന് വന്നിട്ടുള്ള ഇൻവോയ്സുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ചു കൊടുക്കേണ്ട ഇൻവോയ്സിൻ്റെ നേരെയുള്ള പ്ലസ് റേഡിയോ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ ഇൻവോയ്സ് കാണാൻ സാധിക്കും. അതിന് മുകളിലുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവോയ്സ് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇഷ്യൂ ചെയ്യാത്ത ലൈവ് സ്റ്റോക്കും ഫ്രീസ്ഡ് NSQ സ്റ്റോക്കുകളും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഏത് മെഡിസിനാണോ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് സൈഡിൽ എത്ര ക്വാണ്ടിറ്റിയാണ് തിരിച്ചു കൊടുക്കേണ്ട ക്വാണ്ടിറ്റി അവിടെ ടൈപ്പ് ചെയ്ത ശേഷം റൈറ്റ് സൈഡിലുള്ള ആ പച്ച ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റിൽ ക്ലിക്ക് ചെയ്യുക. റിമാർക്സ് നമുക്ക് എഴുതാവുന്നതാണ്. എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ റിമാർക്സ് അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഡിസിൻസ് റെക്കോർഡിക്കലി ആയിട്ട് KMCൽ വെയർഹൗസിലേക്ക് പോകും. ഇതിനുശേഷം നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട്സ് എടുക്കാൻ ഇവിടെ റിട്ടേൺസ് ടു വെയർഹൗസ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വെയർഹൗസിലേക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലെ കംപ്ലീറ്റഡ്, അതിൻ്റെയും റൈറ്റ് സൈഡിൽ കൺഫർമേഷൻ PDF കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയും ഒരു പ്രിൻ്റ് അവർക്ക് വേണമെങ്കിൽ കൊടുത്തു വിടുകയും ചെയ്യാം.